യെസ്, ഇനി നമുക്ക് നല്ല അടിപൊളി പാസ്ത ഉണ്ടാക്കിയാലോ. ആവശ്യമുള്ള പാസ്ത എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി കൊടുക്കാവേ. കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളയാതില്ലേ. എന്നിട്ട് അടുപ്പിൽ പാൻ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാവേ. അടുപ്പ് ഓഫാക്കിയാട്ടോ ഇട്ടിരിക്കുന്നത്, ഇത് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നത് കാരണം മസാലയിൽ ഞാൻ കുറേ ഇടും. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത പാൻ വെച്ചു, നോൺ സ്റ്റിക്ക് ആട്ടോ, അതാണ് എനിക്ക് കുറച്ച് ഈസി. അപ്പോൾ ഇതേ ഇനി എണ്ണ ഒഴിച്ചിട്ട് ചൂടാവുന്നതിന് മുമ്പേ നമ്മൾ മസാലപ്പൊടികൾ ഇടണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ ഉപ്പ്, മുളക്, കുരുമുളക് പൊടിയുമാണ്. എന്നിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാവേ. ശ്രദ്ധിക്കുക, എണ്ണ ചൂടാവുന്നതിന് മുമ്പ് മസാല ഇടണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന ഇടയ്ക്കായിരുന്നു നമ്മുടെ പാസ്തയെ മറക്കരുത്, കാരണം അതിലെ വെള്ളം വറ്റി അത് കരിഞ്ഞാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇടാവേ. നിങ്ങൾക്ക് എത്രത്തോളം ക്രീമി ആവണോ അത്രത്തോളം ഫ്രഷ് ക്രീം ഇടാം. ഇനി ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് പാലൊഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് കുറുകുന്ന രീതിയിൽ ആക്കിയെടുക്കണേ. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം ഫ്രഷ് ക്രീം എത്രയാണോ എടുത്തത് അതിൻ്റെ ഒരിത്തിരി അളവ് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതേപോലെ തന്നെയാണ് പാലിൽ ഒരിത്തിരി അല്ല, കുറച്ചും കൂടി അളവ് കുറച്ചിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കണവേ. അപ്പോൾ എന്നാൽ ഞാൻ വീണ്ടും കുറച്ച് അപ്പോൾ ക്യാമറയിൽ കളറില്ല, പക്ഷെ റിയാലിറ്റിയിൽ നല്ല റെഡ് കളറാണ്. ടേസ്റ്റ് വൈസും സൂപ്പറാട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിടാൻ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന്. അപ്പോഴേക്കും നമ്മുടെ പാസ്തയൊക്കെ നല്ലപോലെ വറ്റി വന്ന് ഈ പാസ്ത മസാല എന്ന് പറയുന്ന ഒരു സാധനമാണ്, അതിട്ട് കൊടുക്കാം. ഇതില്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവുമേ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തു. ഇനി നമ്മുടെ പാസ്ത ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കാം. അപ്പോൾ നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അനിയത്തി നേരത്തെ വന്നിരിക്കുന്നുണ്ട്, അവൾക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ പാസ്ത. അപ്പോൾ ഞാൻ അത് സെർവ് ചെയ്തു. നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ആദ്യം തന്നെ അനിയത്തിക്ക് കൊടുത്തു, കാരണം അവൾ വായ തുറന്ന് വെച്ചിട്ട് കുറേ ആയി കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ കഴിക്കാതിരുന്നപ്പോഴേക്കും 2 സൈഡിൽ നിന്ന് 2 സ്പൂണ് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിനുശേഷം ഞാനും കുറച്ച് തിന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നു, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.